അപ്പം നമുക്കൊരു ബിരിയാണി ഉപ്മാവ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഇത് നല്ല ബിരിയാണി അരിയാണ്. അപ്പോൾ ഇത് പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിനുശേഷം കടുക് പൊട്ടിച്ചു. പിന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഉള്ളിയും അതേപോലെ തന്നെ പച്ചമുളകും കൂടി നല്ലതുപോലെ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ലതുപോലെ അത് മൂത്ത് വരണം. ഇതിന് ഏകദേശം ഒരു ബിരിയാണിയുടെ ടേസ്റ്റൊക്കെ ആയിരിക്കും. അപ്പം നല്ലതുപോലെ മൂപ്പിച്ചെടുത്ത് കടുക് ഇട്ട് പിന്നെ ഉള്ളി ആൻഡ് പച്ചമുളക് പിന്നെ ദേ നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ ഞാൻ 2-3 വറ്റൽമുളക് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം പാകത്തിന്, അതായത് അരിയുടെ പാകത്തിൻ്റെ കണക്കിന് വെള്ളം ഒഴിക്കുക. അതിനുശേഷം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ച് അരി തിളക്കേണ്ട ആ ഒരു പാകമാവുന്ന സമയത്ത് നമ്മൾ അരി ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ കഴുകിയ ഒരു ജീരകശാല അരിയാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ അരി നല്ലോണം കഴുകി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നല്ല ഹൈ ഫ്ലെയിം, അങ്ങനെ നമ്മുടെ ബിരിയാണി പോലത്തെ ബിരിയാണി ഉപ്മാവ് ഇവിടെ റെഡിയാണ്.